ഹാർട്ട് സർജറി കാര്യങ്ങൾ ചെയ്ത പോലെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമില്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റാമിൻ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ GFC PRP ഒന്നും വേണ്ടി വരില്ല. കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. PRP, മിനോക്സിൽ, ഫിനസ്റ്റൈഡ് എന്നുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുടി നിലനിർത്തേണ്ടി വരിക. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ടൊരു മരുന്ന് കഴിക്കും. കഴിഞ്ഞ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞിന്. അപ്പോൾ അതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഈ ഐ ബട്ടണിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അവിടുന്ന് കാണാം. അല്ലെങ്കിൽ ചാനൽ കയറി സെർച്ച് ചെയ്താലും കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. കാരണം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് ഇങ്ങനെ പലർക്കും സംശയമുണ്ട്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് HNS കോയമ്പത്തൂർ എന്നാണ്. ഇതിന്റെ മുന്നേ ഞാൻ ഫസ്റ്റ് സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഫ്രണ്ട് പോർഷൻ കണ്ടു, ഇവിടെ ഇങ്ങനെ ഇത്രയും പോർഷൻ ഞാൻ ചെയ്തതാണ്, ഇങ്ങനെ കാണുന്ന ഭാഗം. അന്ന് 4000 ഗ്രാഫ്റ്റ് വെച്ചത്, അതും ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോരോ അപ്ഡേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ ക്രൗൺ ഏരിയ കണ്ടങ്ങൾ ഈ ക്രൗൺ ഏരിയ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഇപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 4 ദിവസമായി. 4 ദിവസത്തിൽ തന്നെ ഇപ്പോൾ ഞാൻ എന്തൊക്കെയാണ് മെഡിസിൻ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഇത് എത്ര കാലം കൊണ്ടുപോകണം നോക്കാം. HNS പോരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷീറ്റാണ് നമുക്ക് തരാം. ഇത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയി തോന്നും. പക്ഷെ സിമ്പിളാണ്. നമുക്ക് രാവിലെ രാത്രി എന്നിങ്ങനെ കഴിക്കാനുള്ള ഗുളികകളുള്ളത്. അത് ഭക്ഷണത്തിന് മുമ്പുണ്ട്, ഭക്ഷണത്തിന് ശേഷം കഴിക്കാനുണ്ട്. 6 മെഡിസിൻസ് മാത്രമാണ് കഴിക്കാനുള്ളത്. അതൊക്കെ നമുക്ക് അവിടെ തരുന്നുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പേയും ചെയ്യണം. ശരിക്കും മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് പറഞ്ഞുതരും എങ്ങനെ യൂസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു തന്നിട്ട് തന്നെ വിടുന്നത്. അങ്ങനെ ഞാൻ ബോക്സിലൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ ഗുളിക എന്ന് പറഞ്ഞത്. ഇത്രയും ഗുളികകളാണുള്ളത് നമുക്ക്. പിന്നെ ഒരു ഓയിൽമെൻറ്റും അപ്ലൈ ചെയ്യാൻ തരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ട്രാൻസ്പ്ലാന്റേഷന് കുറച്ച് വ്യത്യാസങ്ങൾ ഇക്കുറി എനിക്ക് തോന്നിട്ടോ. അന്ന് നമുക്ക് തന്നത് ഓയിൽമെൻറ്റ് കഴുത്തിൽ ഡോണർ ഏരിയ എടുത്തെടുത്ത് മാത്രം അപ്ലൈ ചെയ്യാനാണ്. ഇക്കുറി ഞാൻ കഴുത്തിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ പിന്നിലാണ് നമ്മളോട് ഈ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് രാവിലെ എണീറ്റ പാട് തേക്കാനും പിന്നെ അതുപോലെ തന്നെ രാത്രിയും ഒരു പ്രാവശ്യം തേക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മരുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ മരുന്ന് എന്തിനൊക്കെയാണെന്നുള്ള നമുക്ക് നോക്കാം. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള മരുന്നുണ്ടോ എന്നുള്ളതൊക്കെ. ഇതിലുള്ള അധികം മരുന്നുകളും രാത്രി ഒന്ന് രാവിലെ എന്നുള്ള രീതിയിലുള്ളത്. അമോസിക്ലീൻ എന്ന് പറഞ്ഞൊരു മരുന്നാണ് ഫസ്റ്റ് എഴുതി തന്നിട്ടുള്ളത്. ഇത് നമുക്ക് 7 ദിവസം കഴിക്കാനുള്ളത്, രാവിലെ 1 നൈറ്റ് 1. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ട സ്ക്രീൻഷോട്ടോടെ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ അസെട്രേറ്റ് പറഞ്ഞൊരു മരുന്ന് വരുന്നുണ്ട്. ഇത് നമുക്ക് രാവിലെ 1 രാത്രി 1 എന്നുള്ളതിൽ 5 ദിവസത്തിനുള്ള മരുന്നാണ് കുടിക്കുന്നത്. ഇപ്പോൾ 4 ദിവസത്തെ മരുന്ന് കുടിച്ചു. ഇന്ന് രാത്രിയേക്കും നാളെ രാവിലെ രാത്രിയേക്കുള്ള മരുന്നേ ഉള്ളൂ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെയിന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്തായാലും എടുത്ത രീതിയിൽ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മസിലും ജോയിന്റിനൊക്കെ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് കൊടുക്കുന്നത്. പിന്നെ അതാണ് ബീഷെ എന്ന് പറഞ്ഞത്. ബീഷേന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് GFC PRP ഒക്കെ ചെയ്തവർ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു വിറ്റാമിൻ്റെ ഇതാണ്. ഇത് നമുക്ക് 3 ബോട്ടിൽ ഉണ്ടോ. ഒന്നിന് തന്നെ ശരിക്കും നമ്മൾ ഇതിൽ MRP നോക്കുകയാണെങ്കിൽ 585 രൂപ ഒരു പാക്കിന് വരുന്നുണ്ട്. അങ്ങനെ 3 പാക്കുകളുണ്ട്. അതായത് ഒരു മാസത്തിന് വെച്ചിട്ട് 3 മാസത്തിന് കഴിക്കാനാണ്. ഇതിനങ്ങനെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് തല വളർച്ചക്കും കാര്യത്തിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് ഞാൻ ഇതിന് മുമ്പേ ഞാൻ കഴിച്ചാട്ടോ. നമ്മൾ GFC ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ബോട്ടിൽ പാക്ക് കിട്ടും, അത് കഴിക്കാം. പിന്നെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അട്രാക്സ് 10 mg മരുന്നുണ്ട്. അതോടെ അത് ചെറിയൊരു മരുന്നാട്ടോ, വൈറ്റ് ഇതിൽ ചെറിയൊരു മരുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ സ്കിൻ അലർജി കാര്യങ്ങളൊക്കെ ഹിച്ചിങ് വരും. നമുക്ക് സാധാരണ അങ്ങനെ മാന്താൻ തോന്നുമല്ലോ, അങ്ങനത്തെ ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് 5 ദിവസത്തിന് നമുക്ക് തരുന്നുണ്ട്. പാൻസ്പിൻ 40 പറഞ്ഞിട്ട് മരുന്നാണ്. ഇത് കഴിക്കാനുള്ളത് എങ്ങനെയാ വെച്ചാൽ ഭക്ഷണത്തിന് മുമ്പാണ്, രാവിലെയും രാത്രി അതുപോലെയാണ് കഴിക്കേണ്ടത്. പെയിന് കാര്യങ്ങളൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് വരുന്നത്. അതേപോലെ തന്നെ ഒരു മരുന്ന് കൂടി നമുക്ക് ബിഫോർ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. സൈമോറൽ ഫോട്ടർ മരുന്നാണത്. സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മരുന്ന് വരുന്നത്. നമുക്കിങ്ങനെ നീരും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് വരുന്നത്. ഇത് നമുക്ക് കഴിക്കാനുള്ളത് 5 ദിവസത്തിനാണ്, അതും ബിഫോർ ഫുഡാണ് കഴിക്കാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 3 ദിവസത്തിന് ശേഷം കഴിക്കാനുള്ള മരുന്നാണ്. ഇതിന്റെ പേരാണ് വെൽസോൺ 5mg എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ 3ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, 3 എണ്ണം കഴിക്കണം, രാത്രി 2 എണ്ണം ആഫ്റ്റർ ഫുഡ്. പിന്നെ 4ാമത്തെ ദിവസം 3 എണ്ണം 2 എണ്ണം. പിന്നെ 5ാമത്തെ ദിവസം 2 എണ്ണം രാവിലെ, രാത്രി 1, പിന്നെ 1 എന്നുള്ള നിലക്ക് കഴിക്കുക. പിന്നെ ലാസ്റ്റ് 8ാമത്തെ ദിവസം എന്ത് ചെയ്യുക, 0 ആണ് രാത്രി കഴിക്കേണ്ടത്. അങ്ങനെ ഇത്രയും മരുന്നുകളാണ് നമുക്ക് ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ഓയിൽമെന്റ് ഞാൻ പറഞ്ഞല്ലോ, ഓയിൽമെന്റ് അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് രാവിലെ രാത്രി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ഓയിൽമെന്റ് അവർ തരും. ഇതുകൊണ്ട് നമുക്ക് ആവില്ല. ഇപ്പോൾ 4ാമത്തെ ദിവസം ആയപ്പോൾ തന്നെ ആകെ പീച്ചടിക്ക് എത്തിക്കണം. അപ്പോൾ ഒത്തിരി സാധനങ്ങളെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കഴിക്കാനുള്ളൂ. ഇത് കാര്യമായിട്ട് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയ
സ്വെല്ലിങ് കാര്യങ്ങൾ പോകാൻ, പെയിന് റിലീവ് ചെയ്യാനുള്ള തുടങ്ങിയ കാര്യങ്ങളാണ്. ഹാർട്ട് സർജറി കാര്യങ്ങൾ ചെയ്ത പോലെ സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആവശ്യമില്ല ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സാധാ മുടി കൊഴിച്ചുള്ള വിറ്റാമിൻ ഫുഡ് കാര്യങ്ങളൊക്കെ നല്ലത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ GFC PRP ഒന്നും വേണ്ടി വരില്ല. കാരണം മുടി കൊഴിച്ചിൽ ഉണ്ടാവില്ല. നമുക്ക് അങ്ങനത്തെ ഫുഡും കാര്യങ്ങളും കിട്ടാതിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, GFC PRP മിനോക്സിൽ ഫിനസ്റ്റൈഡ് എന്നുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുടി നിലനിർത്തേണ്ടി വരിക. പിന്നെ അതുപോലെ തന്നെ ഈ ബീച്ചൈൻ ടാബ്ലറ്റ് ഒക്കെ നല്ല ടാബ്ലറ്റ് ആണ്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വിറ്റാമിൻ്റെ ഇത് കൂടും, മുടി വളർച്ച കൂടും, അതുപോലെ തന്നെ രക്തോട്ടം കൂടും. ഇവിടെയൊക്കെ രക്തോട്ടം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്ക് മുടി വളരാം. അപ്പോൾ സംശയങ്ങളൊക്കെ തീർന്നല്ലോ. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തൊരു വ്യക്തിക്ക് സ്ഥിരമായിട്ടൊരു മരുന്ന് കഴിക്കേണ്ടതില്ല. ഈ മുറിയും കാര്യങ്ങളും ഹീലാകുന്നത് വരെയാണ് മരുന്ന്. കാര്യമായിട്ട് നമ്മൾ വെച്ച പോർഷന് വേണ്ടിയിട്ടല്ല ഈ മരുന്ന് കഴിക്കുന്നത്. നമ്മൾ എടുത്ത പോർഷൻ ഉണ്ടല്ലോ, ബാക്ക് പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ മുറിയും കാര്യങ്ങളും ഹീലാവാൻ, അതുപോലെ തന്നെ സെല്ലിങ് ഉണ്ടാവും. ചിലവരെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ണും മോറൊക്കെ നന്നായിട്ട് വീങ്ങി വരുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എടുക്കാത്തതുകൊണ്ടാണ്. പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു തുള്ളി സ്വെല്ലിങ് ഉണ്ടാവും കേട്ടോ. എൻ്റെ നോക്കി ഇപ്പോൾ 4ാമത്തെ ദിവസമാണ്, എനിക്കൊരു തുള്ളി സ്വെല്ലിങ് ഇല്ല. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. തുടർന്ന് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ എൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് എനിക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ ബൈ.